Now we move on to a very special part of today's program. It is our honor to invite Sri Sethu Madhavanji, a person who is an ardent follower of Sanatana Dharma, a person with in-depth knowledge of Bharatiya culture and heritage, spreading its feelings towards every soul he meets, guiding everyone towards community upliftment. Sir, the stage is yours. അത്യന്തം ശ്രേഷ്ഠവും പവിത്രവുമായ ഈ സാന്നിധ്യത്തിൽ ഈ ഇന്നത്തെ ഈ സാന്ദീപനി സാധനാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പൈതൃക പാലക്കാട് എന്നുള്ള ആ പരിപാടി അനുബന്ധിച്ച് ഒരു തരത്തിൽ നമ്മുടെ ആ തരത്തിലുള്ളൊരു പാരമ്പര്യം അനുസരിച്ചുള്ള ആൾക്കാർക്ക് അവാർഡ് ദാനം കൂടി ചെയ്യുന്ന ഈ മംഗളമുഹൂർത്തത്തിൽ ഇവിടെ സന്നിഹിതരായ ഈ പരിപാടിയുടെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിട്ടുള്ള ആദരണീയ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആറൽക്കർ, പൂജനീയ സഹയാനന്ദ സ്വാമിജി, മറ്റ് വിശിഷ്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു നാടിൻ്റെ പൈതൃകമാണ് ആ നാടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കരുത്ത് എന്ന് പറയാറുണ്ട്. പൈതൃകത്തെ സംബന്ധിച്ചുള്ളൊരു ബോധം, അതാണ് ശരിയായ ദിശയിൽ ഒരു പിൻതലമുറയ്ക്ക് വളരാൻ പ്രേരണ നൽകുന്നതായിട്ടുള്ള കാര്യം. ആ നിലയ്ക്ക് നമുക്ക് പാലക്കാടിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് സർവ്വമേഖലകളിലും, കലയിലും സാഹിത്യത്തിലും സംഗീതത്തിലും വൈദ്യത്തിലും വിദ്യാഭ്യാസ മേഖലകളിലും ഇതിനെല്ലാം ഉപരിയായിട്ട് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ നാട് അടിമത്തത്തിലായിരുന്ന കാലഘട്ടത്തിൽ വളരെ പ്രേരണ നൽകുന്ന രീതിയിൽ സ്വാതന്ത്ര്യ ബോധം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിച്ച അത്യന്തം ശ്രേഷ്ഠനായ ശ്രീ നമ്മുടെ ശ്രീ ശങ്കരൻ നായരെ പോലുള്ള വ്യക്തികളെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യമാണ്, ഈ തരത്തിലുള്ള വ്യക്തികളെക്കുറിച്ച് കുറച്ച് കാലങ്ങളായി നമ്മുടെ സമൂഹം മറന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ജീവിതം മുന്നോട്ട് നയിക്കാൻ തന്നെ പകരം പൂർവികന്മാരിൽ നിന്ന് അഭിമാനം, പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് നയിക്കാനുള്ളൊരു സമൂഹം വളർന്നു വരണമെന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിലാണെങ്കിൽ ശരി, ഒരു പ്രദേശത്താണെങ്കിൽ ശരി, പൊതുവെ ഭാരതത്തിൻ്റെ പൊതു നോക്കുമ്പോൾ ഈ ഒരു ബോധമുണ്ടാകണം. വാസ്തവത്തിൽ നമ്മുടെ നാട് അടിമത്തത്തിലായിരുന്ന കാലഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദൻ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ കാര്യം, നിങ്ങൾ ആട്ടിൻകുട്ടികളല്ല, സിംഹക്കുട്ടികളാണ്. ആ ഒരു നമ്മുടെ പാരമ്പര്യം സിംഹ പരാക്രമത്തിൻ്റെതായുള്ള ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ ആട്ടിൻകുട്ടികളെ പോലെ കരയരുത്, സിംഹക്കുട്ടികളാണെന്ന് ബോധം വേണം എന്ന് പറഞ്ഞിരുന്നു. ഈ രീതിയിലൊരു സ്വാഭിമാനപൂർണ്ണമായുള്ളൊരു സമൂഹത്തെ വളർത്താൻ ആ ഒരു ബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ നാട് ദീർഘകാലം ലോകത്തിൽ പല സ്ഥലത്തും ഒരുതരം പ്രാകൃതരായിട്ടുള്ള ആൾക്കാർ തമ്മിൽ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ കലഹിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഈ നാട്ടിൽ അത്യന്തം സഹസ്രാബ്ദങ്ങളായിട്ട് ലോകത്തിന് മുഴുവൻ വളരെ ശ്രേഷ്ഠമായിരുന്നു നമ്മുടെ നാട് ദീർഘകാലം അക്കൂട്ടരെ അടിമകളായി. ഈ നാട്ടിൽ കച്ചവടത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് അടിമകളായി. ഇതിൻ്റെ കാരണം നമ്മൾ ആത്മവിസ്മൃതിയിൽ ആണ്ടുപോയി എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് നമ്മുടെ പുരാണങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ കൂടുതൽ കഥ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലങ്കയിലേക്ക് ചാടാനും അങ്ങനെ ശത്രുരാജ്യത്തിൽ പോയിട്ട് ശത്രുവിൻ്റെ മുമ്പിൽ തൻ്റെ ശക്തി പ്രവചിച്ച് ആരുടെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ളതെന്നുള്ള ആ ലിംഗം മുഴുവൻ ചുട്ടുകരിക്കാനും എല്ലാം സാധിക്കുന്ന കഴിവുണ്ടായിരുന്നൊരു ഹനുമാൻ ആദ്യമാകുന്ന മിണ്ടാതിരിക്കുന്നു, കഴിവില്ല, എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു നിഷ്ക്രിയനായിട്ടിരിക്കുന്നു. ജാമ്പവാൻ ആ ഹനുമാൻ്റെ ബോധം ഉണർത്തിയ സമയത്ത് എത്ര വലിയ വലിയ സാഹസങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചു. ഈ തരത്തിലുള്ളൊരു പാരമ്പര്യമുള്ളൊരു നാട് ആ ഒരു ബോധം നടന്നിരിക്കുന്നു. വൈദേശികരായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഭരിച്ച അവരെ കുറിച്ച് നമ്മുടെ ചരിത്രത്തിൽ കുട്ടികൾക്കറിയാം. പക്ഷേ തൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, തൻ്റെ വ്യക്തിത്വം കൊണ്ട് വൈസ്രോയിയുടെ ആ കൗൺസിലുണ്ടായിരുന്നൊരു വ്യക്തി ഈ നാടിന് ഏറ്റവും അപമാനകരമായിട്ടുള്ള ജാലിയൻ വാലാബാഗ് നടന്നപ്പോൾ അതിനെതിരായി
ആ വൈസ്രോയുടെ കൗൺസിലിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനായിട്ട് നിയമപരമായിട്ടുള്ള യുദ്ധം നടത്താൻ തയ്യാറായ സർ സി ശങ്കരൻ നായരെ നമ്മൾ എത്ര പേർക്കറിയാം? ഒരു തരത്തിൽ ഈ പൈതൃക ജില്ല എന്നുള്ള നിലയ്ക്ക് ഈ പാലക്കാടിൻ്റെ പെരുമ നമ്മുടെ ഈ നാടിന് വേണ്ടിയും എല്ലാം ജനിച്ച് വളർന്നിട്ടുള്ള ജീവിച്ച അതിശ്രേഷ്ഠമായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തി നമ്മുടെ പൈതൃക പാരമ്പര്യം അടുത്ത തലമുറയെ വളർത്താനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷവും ശ്രേഷ്ഠവുമായിട്ടുള്ളൊരു കാര്യമാണത്. അതോടൊപ്പം തന്നെ ഓരോ ദിശയിലും ഓരോ രംഗത്തും അത്യന്തം ശ്രേഷ്ഠത പുലർത്തുന്ന ആൾക്കാരെ അത് അംഗീകരിക്കുക, അവരെ അനുമോദിക്കുക, അവരെ ആദരിക്കുക. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിൽ വളരെ വളരെ ഇന്ന് നമ്മൾ അശ്രദ്ധയോടുകൂടി അവഗണിക്കപ്പെട്ട കാര്യങ്ങളെ വീണ്ടും കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തുന്നു. അത്യന്തം ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവിധ വിജയവും ആശംസയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. Thank you, Ji. It was truly insightful and enlightening. Your words are inspiring and engaging and very relevant to the times. We hope the listeners would have certainly taken a leaf or two from it. Thank you once again.